ടി ഫാലിമി മധ്യവയസ്കയായിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യൻ. ഇതാണ് ഇവരെ പറ്റിയുള്ള ചെറിയൊരു ബ്ലൂം. ഓക്കെ, അപ്പോൾ ഇവരെക്കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഷെമി പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ഇട്ടു. ഈ ഡ്രാമ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഇവര് ഒരിക്കലും പ്രഗ്നന്റ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല. ഈ സംഭവം ഡ്രാമ ഇവര് ഓൾറെഡി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നീട് ഇവര് വീണ്ടും ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു നമ്മളും അത് എടുത്തു വെച്ച് അലക്കി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമ്മൾ അപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി വ്ളോഗേഴ്സിനൊക്കെ ആണെങ്കിൽ ചില കാര്യങ്ങൾ ഇച്ചിരി ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് എക്സാജുറേറ്റ് ചെയ്ത് കാണിക്കേണ്ട ഒരു നിസ്സഹായ അവസ്ഥ അവർക്ക് ഉണ്ടാകാറുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ആ ഒരു വീഡിയോക്കകത്ത് സംസാരിച്ചത് കമന്റ് ബോക്സിലൂടെ മതത്തിന്റെ പേരിൽ കുറെ കൊണ അടിച്ചുകൊണ്ട് വന്ന കുറെ ആൾക്കാരെ നമ്മൾ ശരിക്ക് അവർക്കുള്ള മറുപടി കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ടി ഫാലിമിയും ചില ആൾക്കാരെ പോലെ തന്നെ ഒരു തംബ്നെയിൽ മാത്രം ഏതെങ്കിലും ചാനലിനെ കണ്ടിട്ട് അങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. ഇവരൊന്നും വേറെ ഒരു ചാനലിന്റെ വീഡിയോസ് ഒന്നും മുഴുവനായിട്ട് കാണുന്നില്ലെന്നാണ് തോന്നുന്നത്. കാരണം ആ തംബ്നെയിൽ കണ്ടതിന്റെ ഒരു ഇതിൽ മാത്രമാണ് ഇവിടെ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ വെറൈറ്റി വീഡിയോയിൽ ഇവരൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിനകത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. ആദ്യം ഇവർ ഡ്രാമ ക്രിയേറ്റ് ചെയ്തതാണെന്ന് സമ്മതിക്കുന്നുണ്ട്, പിന്നീട് ഡ്രാമ ക്രിയേറ്റ് ചെയ്തല്ല എന്ന് പറയുന്നുണ്ട്, അതൊരു പ്രാങ്ക് അല്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും വീഡിയോ ഇങ്ങോട്ട് വെക്കാം. ഇത് ആദ്യം എങ്ങനെയാ ഷെഫീനോട് പറഞ്ഞേ? അത് ഒരു ദിവസം രാത്രി ഭയങ്കര ക്ഷീണം. ഞാൻ ഷെഫി എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ വേറെ റൂമിലേക്ക് കിടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫോൺ വിളിച്ച് പറഞ്ഞേ ഷെഫി വേഗം ഭയങ്കര തല കറങ്ങിയിട്ട് ഒന്ന് വെള്ളം കുടിക്കണം, ഒന്നിനും ആവുന്നില്ലാന്ന്. അപ്പോൾ ഷെഫി അന്ന് കുറേ കളിയാക്കി, വേറെന്തൊക്കെ പറഞ്ഞു കളിയാക്കി, എന്താ എൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിറ്റേന്നൊക്കെ നല്ല ക്ഷീണം. ഇപ്പൊ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. വെറുതെ ഇവള് പറഞ്ഞ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞവള് അത് പറഞ്ഞവള് കുടുങ്ങി. എന്നോട് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഓക്കെ അമ്മ ഇതാ ചെയ്യാന്ന്. പക്ഷെ ഇവക്ക് തീരെ കോൺഫിഡന്റ് ഇല്ല പ്രഗ്നന്റ് ആണ് എന്നുള്ളത്. കാരണം അത് ഞങ്ങൾ പ്രതീക്ഷയൊക്കെ അസ്തമിച്ച. പക്ഷെ അപ്പം ഇത് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഒന്നും കാണില്ല. ഇത് രണ്ടാമത് ഞാൻ വേഗം പോയി അടുത്ത് വാങ്ങിക്കൊണ്ടു. പോവാനും ഉണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട്. അപ്പൊ എനിക്ക് ക്ഷീണത്തിന് വേറെന്താണ് അതിനുള്ള ഡോക്ടറെ കാണിക്കാലോ എന്ന് വിചാരിച്ചു. അത് വന്നിക്കണ രണ്ടാമത്തെ വരെ അപ്പൊ ഇവിടെ പറഞ്ഞ് ഓക്കെ ആണ് അതില് അടിപൊളി. ഇങ്ങനൊന്നും അല്ലല്ലോ നിങ്ങൾ വീഡിയോക്കകത്ത് കാണിച്ചത്. ആ വീഡിയോക്കകത്ത് നിങ്ങൾ എന്തായിരുന്നു കാണിച്ചിരുന്നത്? പെട്ടെന്ന് ഫസ്റ്റ് ആദ്യമായിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുകയാണ്, അപ്പൊ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് എന്താ സംഭവിക്കാമെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് നിങ്ങൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്തതാണ്. അന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞതാണ് ഇവർ ഓൾറെഡി ഇത് എന്താണ് അല്ലെങ്കിൽ ഇവർ പ്രഗ്നന്റ് ആണെന്നുള്ളത് മനസ്സിലായി. ഓൾറെഡി ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഇങ്ങനെ ഒരു വീഡിയോ വന്ന് ചെയ്യുന്നതെന്നുള്ള കാര്യം പിന്നീട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതൊരിക്കലും തെറ്റായിട്ടോ മോശമായിട്ടോ ഒന്നും ആരും എവിടെ വന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. കാരണം പാർട്ട് ഓഫ് കോണ്ടന്റ് ക്രിയേഷൻ കുറെ സാധനങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. എന്നിട്ട് പിന്നെ കുറെ ആൾക്കാർ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ട് കുറെ അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് പടച്ചു വിടുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സന്തോഷ വാർത്ത ആദ്യം നിങ്ങളല്ലാണ്ട് ആദ്യമായിട്ട് വേറെ ആരോടാ പുറത്ത് പറഞ്ഞു? മൂന്നാമത് ആരോട്? ഷെഫിന്റെ അമ്മനോട്. എന്ത് പറഞ്ഞു? എന്തോ വീഡിയോക്ക് വേണ്ടിട്ട് എന്നെ പറ്റിക്കാം എല്ലാരും പറയുമ്പോൾ തന്നെ കമന്റിലൊക്കെ എല്ലാരും പറയുമ്പോൾ തന്നെ പറ്റിക്കാണോ അല്ലേ കൺഫ്യൂഷൻ. അതായത് സ്വന്തം അമ്മ പോലും വിശ്വസിച്ചില്ല ഇങ്ങനെ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ എങ്ങനെയാ നാട്ടുകാർ വിശ്വസിക്കണേ? അറിയാവേലത്തോണ്ട് ചോദിക്കാണ്. പിന്നെ ഇവരുടെ ആ ഒരു ഞാൻ ആ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴും കാണിച്ചാണ് കുറേ വീഡിയോസിനാണെങ്കിൽ അധികം റീച്ച് ഇച്ചിരി അത്രത്തോളം ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി റീച്ച് ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു 1 മില്യൺ വ്യൂവർഷിപ്പിലോട്ട് കയറിയതിന്റെ മെയിൻ സാധനം എന്ന് വെച്ചാൽ അവരുടെ ഒരു പ്രഗ്നൻസിയുടെ ഒരു സംഭവം പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ്. ഓക്കെ, ഈ സംഭവം പ്രഗ്നന്റ് ആയി അമ്മ ഞങ്ങൾ പ്രഗ്നന്റ് ആയി പറഞ്ഞുകൊണ്ടൊരു സാധനം അങ്ങോട്ട് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കിന് അമ്മ പോലും പറയും ഈ പാടാകരുത് നിങ്ങൾ ചുമ്മാ പ്രാങ്ക് ആക്കാനെ കൊണ്ട് പറയുന്നില്ലേ. എടേ ഇത്ര തന്നെ ഉള്ളൂ. വീട്ടിലെ സ്വന്തം അമ്മ തന്നെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെ കാര്യം പിന്നെ പറയണോ? എല്ലാ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട്, നമ്മളും അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിക്ക് കേളാന്ന് ഉറപ്പാ. അതെന്താ എനിക്കറിയില്ല, 3 കേളാണല്ലോ. 2 കുട്ടികളുണ്ടല്ലോ. അപ്പൊ അതൊരു ശീലമായോണ്ട് നമുക്കൊരു ചേഞ്ചിനൊരു പോയി ആയാലോ തരാണെങ്കിൽ അങ്ങനെ. പക്ഷെ ഗേളാന്നാണ് വിശ്വാസം അല്ലേ? ശരിക്കും എന്താ തോന്നുന്നത്? ഏതായാലും അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്.
അത്രയുള്ള ഏതാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം. പിന്നെ ഗേൾ വേണോ ബോയ് വേണോ എന്നൊക്കെ എന്തോ അറിയാം. ആണായാലും പെണ്ണായാലും നിങ്ങളുടെ മക്കളല്ലേ, പിന്നെ എന്തിനാണ് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വായിച്ചു പിടിക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെയാണ്. അപ്പം അങ്ങനെ അധികം എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഗേളിനെ എക്സ്പെക്ട് ചെയ്തിട്ട് പിന്നീട് ബോയിനെ കിട്ടിയാലോ അല്ലെങ്കിൽ ബോയിനെ എക്സ്പെക്ട് ചെയ്തിട്ട് ഗേളിനെ കിട്ടിയാലോ ആകെ മൊത്തം ബ്ലൂമായി പോകും. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത വള്ളിക്കെട്ടൊക്കെ. സോഷ്യൽ മീഡിയയിലേക്ക് ഇത് ഇട്ട സമയത്ത് എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷം നിങ്ങൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആരും ഇങ്ങനെ ട്രോളാണോ അല്ലെങ്കിൽ വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യാനോ ഉണ്ടായിരുന്നില്ല. ഭയങ്കര സേഫ് ആയിട്ട് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രഗ്നൻസി വീഡിയോ ഇട്ടതിന് ശേഷം കുറെ ആൾക്കാർ എവിടെ നിൽക്കോ ഇന്നലെ പൊട്ടിമുളച്ച യൂട്യൂബേഴ്സ്. മസ്താനി പറഞ്ഞത് കേട്ടില്ല, ഇന്നലെ പൊട്ടിമുളച്ച യൂട്യൂബേഴ്സ് എന്ന്. ഇത് മസ്താനി എന്തിന്റെ പേരിലാണെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇന്നലെ പൊട്ടിമുളച്ച യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും അങ്ങനെ പുച്ഛിച്ച് തള്ളരുത്. കാരണം ഇപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം കുറെ നാളുകൾക്ക് മുന്നേ ഞാനാണെങ്കിൽ മസ്താനിയുടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മസ്താനി ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടതിനെ പറ്റിയിട്ട്. അതിനു മുന്നേ മസ്താനിയെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ ടിക്ടോക്കിൽ ഒരു ഗുരുജി ഉണ്ടായിരുന്നല്ലോ. ഈ ഗുരുജി വന്നിട്ട് മസ്താനിയുടെ അടുത്ത് ഇതുപോലത്തെ മോശം കമന്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കുറേ സംഭവം ഇവർ തമ്മിൽ അടിപിടി കാര്യങ്ങളൊക്കെ ആയതിനു ശേഷമാണ് പിന്നീട് കുറച്ച് ആൾക്കാർ മസ്താനി അറിഞ്ഞു തുടങ്ങിയത്. പിന്നീട് നമ്മുടെ മണവളം മീഡിയയിൽ കയറിയിട്ട് കുറച്ച് പ്രാങ്കും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. പിന്നീട് വെറൈറ്റി വീഡിയോയിലോട്ട് വരുന്നു. അങ്ങനെയായിരുന്നു മസ്താനിയുടെ ഒരു ജേണി പൊക്കോണ്ടിരുന്നത്. അങ്ങനെ പോകുന്ന ടൈമിലും മസ്താനിയും ഇന്നലെ പൊട്ടിമുളച്ച ഒരാളായിരുന്നു. ഞാനും ഇന്നലെ പൊട്ടിമുളച്ച ഒരാളാണ്. നമ്മളെല്ലാവരും ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആയി വരുന്ന ഗ്രോത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രോ ചെയ്ത് വരുന്ന ആൾക്കാരെല്ലാം ഇന്നലെ പൊട്ടിമുളച്ച ആൾക്കാരൊക്കെ തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കെ ആ ഒരു ജേണിയിലാണ് മസ്താനി ആണെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു പയ്യൻ മസ്താനിയുടെ അടുത്താണെങ്കിൽ മോശമായിട്ട് കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നേക്കുന്ന ഒരു പരിപാടി. ഓക്കെ, അപ്പം അന്ന് മസ്താനിട്ട് ആ ഒരു സ്റ്റോറി ഞാൻ ഇങ്ങോട്ട് ആ വീഡിയോക്കകത്ത് നിർത്തി ഇങ്ങോട്ട് ഒന്നുകൂടെ വെക്കുന്നുണ്ടേ. ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പയ്യൻ എനിക്ക് അയച്ച വളരെ നല്ലൊരു മെസ്സേജ് ഉണ്ട്. അപ്പം അതില് എനിക്ക് കുറെ ആൾക്കാര് അയച്ച മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കൊച്ചു പയ്യനല്ലേ, പേടിപ്പിച്ച് വിട്ടാൽ മതി, ഇങ്ങനെ സ്റ്റോറി ഇട്ട് അവന്റെ ഭാവി ഞാൻ അങ്ങ് നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കൊച്ചു പയ്യനായതുകൊണ്ട് എന്തും പറയാമെന്നാണോ? അല്ലെങ്കിൽ 16-17 വയസ്സുള്ളൂ, എന്തും പറയാം, ആൾക്കാരെ ക്ഷമിച്ചോളും, ആ ഒരു തോട്ടാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തായാലും അങ്ങനെ ക്ഷമിക്കുന്ന ഒരാളല്ല. എൻ്റെ അടുത്ത് മര്യാദയ്ക്കല്ലാതെ സംസാരിച്ചാൽ ഞാൻ റിയാക്ട് ചെയ്യും. അതിപ്പോ ഏത് കൊച്ചുമോനാണെങ്കിലും ഏത് കൊച്ചുമോന്റെ അപ്പൂപ്പനാണെങ്കിലും ഞാൻ അടുത്ത സ്റ്റോറി ഇടും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ. പിന്നല്ല, അത്രേ ഉള്ളൂ. അന്ന് ഞാനിത് മസ്താനിയെ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിൽ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും ഞാനും ഇതുപോലെ ഇന്നലെ പൊട്ടിമുളച്ചൊരു യൂട്യൂബറാണ്. പിന്നെ അന്ന് മസ്താനി എനിക്ക് ഇട്ടൊരു കമന്റ് ആയിരുന്നു, യു നെയിൽഡ് ഇട്ട് എന്ന് പറഞ്ഞിട്ട്. ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തപ്പോൾ അപ്പം എന്നോടുള്ള അന്നത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു കമ്പനി കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു കമന്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവുക. അപ്പം ഇങ്ങനൊരു കമന്റ് കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പം ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ നോക്കിയാൽ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് അതിൻ്റെ അകത്ത് കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് പ്രൈവറ്റ് ആക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അന്ന് മസ്താനിക്ക് ഈ പറയുന്ന പോലെ ഇത് വീഡിയോ ഓക്കെ ആയിട്ട് തോന്നി. അതേപോലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ റിയാക്ഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ മസ്താനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെല്ലാ ആൾക്കാരും ഇപ്പോൾ ലൈഫിൽ സക്സസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഇന്നലെ പൊട്ടിമുളച്ചുള്ള ആളുകളൊക്കെ തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ലാലേട്ടൻ, മമ്മൂക്ക, അവരെ പോലെയൊക്കെ ഉള്ള വലിയ ആൾക്കാർ ആദ്യകാല സിനിമകളിലായിട്ടൊക്കെ അവർ വരുന്ന സമയത്ത് അവരന്നും ഇന്നലെ പൊട്ടിമുളച്ച ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. പിന്നീട് അവിടുന്ന് ആ പൊട്ടിമുളച്ച ആൾക്കാർ വളർന്ന് വലുതായി പിന്നീട് വലിയ വലിയ സക്സസിലോട്ടൊക്കെ ഇങ്ങനെ എത്തി. അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇന്ന് ഈ പുച്ഛിക്കുന്ന ഇന്നലെ പൊട്ടിമുളച്ച കുറേ കൊച്ചു യൂട്യൂബേഴ്സ് വരെ എടുത്ത് റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, നാളെ ഒരു പക്ഷേ ഇവര് വളർന്ന് വലുതായി കഴിയുമ്പോഴത്തേക്കിന് മസ്താനിക്ക് പോയി ഇന്റർവ്യൂ എടുക്കേണ്ടി വരിക ഇവരെ ആയിരിക്കും. അപ്പൊ അങ്ങനെ എല്ലാവരെയും നമ്മളങ്ങനെ പുച്ഛിച്ച് തള്ളരുത്, അങ്ങനെ ആരെ കുറച്ച് കാണരുത്. ഒരാള് ഞാനും ഞങ്ങളൊരു വീഡിയോ ഇട്ട് നല്ല 2-3 പ്രാവശ്യമായിട്ട് നമ്മളെ വീഡിയോ ഇട്ട് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ അതിനടുത്തൊന്നും സംസാരിക്കാനൊന്നും പോയില്ല. എല്ലാവരെയും നമ്മളൊരു പ്രാങ്ക് വീഡിയോ ചെയ്തതാന്നാ വിചാരം. പക്ഷെ ഇതൊന്നും നമ്മൾ അങ്ങനെ പ്രാങ്ക് ചെയ്യൂലല്ലോ. അതെ, കുറച്ച് നമ്മൾ ലാസ്റ്റ് അതെ, ഇത് പ്രാങ്ക് ആണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇത് പ്രാങ്ക് അല്ല, ഇത് ഡ്രാമയായിരുന്നു നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കാര്യം നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മ വരെ വിചാരിച്ചത് എന്താണ്, ഇത് നിങ്ങൾ പ്രാങ്കിന് വേണ്ടിയിട്ട് പറയല്ലേ എന്നുള്ളത്. അതെ, അത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ സ്വന്തം അമ്മ വരെ ഇതുപോലെ ഇത് പ്രാങ്ക് ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെ കാര്യം പറയണം. കാര്യം നിങ്ങൾ അതുപോലത്തെ കുറേ ഈ പ്രാങ്ക് ഡ്രാമ കുറേ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പ്രാങ്ക് ഈസ് ഓക്കെ, പ്രാങ്ക് ഡ്രാമ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഒന്നിക്ക് ഡ്രാമ ആയിരിക്കണം അല്ലെങ്കിൽ പ്രാങ്ക് ആയിരിക്കണം. ഈ പ്രാങ്കും ഡ്രാമയും ഒരുമിച്ച് മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കിന് ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്താലും അതാണെന്നേ വിചാരിക്കുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾ ആ ഒരു വീഡിയോക്കകത്ത് ആദ്യം ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്താണെന്നുള്ളത് നിങ്ങളുടെ ആദ്യം ആ പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ മനസ്സിലായിട്ടുള്ളൊരു സാധനമാണ്. അതായത് നിങ്ങൾ ഓൾറെഡി നിങ്ങളിങ്ങനെ വീഡിയോ എന്തോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും വയ്യാന്ന് പറഞ്ഞു, പിന്നീട് പോയി പ്രഗ്നൻസി സംഭവം ടെസ്റ്റ് ചെയ്യുന്നു. ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോഴാണെങ്കിൽ അത് എന്തോ ഓക്കെ അല്ല, പിന്നീട് രണ്ടാമത് ഒന്നുകൂടെ പോയി എടുത്തുകൊണ്ട് വന്നിട്ടപ്പോഴാണ് ഈ സംഭവം മനസ്സിലായെന്നുള്ളത്. പക്ഷേ ഈ സംഭവങ്ങളൊന്നും നിങ്ങളുടെ വീഡിയോക്കകത്തില്ല. ആദ്യം വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് ഓക്കെ ആവാതിരുന്നതോ സംഭവങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് പറയുക
കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ വല്ല അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ പറയുന്ന പോലെ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് ഈ പറയുന്ന പോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു. പോരാത്തന്നെ ഒരു ക്യാമറമാരും. ഓക്കെ, സത്യം പറയാലോ, അത് ഒരിക്കലും മോശമായിട്ട് പറയുന്നതല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളുടെ സാഹചര്യമാണത്. ഓക്കെ, എന്താ വെച്ചിട്ട് ബാക്കി കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ പുച്ഛിക്കരുത്. പക്ഷെ കുറച്ച് കമന്റ്സ് കണ്ടു ഈ പറഞ്ഞ പോലെ കണ്ടന്റിനാണ് അല്ലെങ്കിൽ പ്രാങ്ക്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന റിയാക്ഷൻ വീഡിയോ നിങ്ങൾ TT ഫാമിലി പ്രാങ്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഞാൻ അതൊരു കണ്ടു, ഒരു ക്രിയേറ്ററിന്റെ വീഡിയോ. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ഇതെടുത്ത് നോക്കുന്നത്. അപ്പൊ സംഭവം റിയൽ ആണ്. പക്ഷെ ഇത്രയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അല്ല, ഇത് പ്രാങ്ക് ചെയ്യൂലല്ലോ. പ്രാങ്ക് ആണെങ്കിൽ നമ്മൾ വീഡിയോയിൽ തന്നെ പറയുകയും ചെയ്യുമല്ലോ. തീർച്ചയായിട്ടും വീഡിയോസ് തന്നെ പറയുകയും ചെയ്യില്ല. പക്ഷെ ഇത് പ്രാങ്ക് അല്ല, ഇത് ഡ്രാമയാണല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം വെച്ചാൽ ഇവരാരും ഈ മറ്റുള്ള വീഡിയോസ് കാണാറില്ല. സ്വന്തമായിട്ട് വീഡിയോ ഇടുക, അപ്ലോഡ് ചെയ്യുക, അതിനുശേഷം അവർക്ക് വരുന്ന കമന്റ്സ് നമ്മളൊക്കെ നോക്കുക, അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസ് കാണാറില്ല. ഇപ്പൊ നിങ്ങളെ കുറിച്ചിട്ട് ആൾക്കാർ തമ്മിൽ ഭീകരമായിട്ട് തമ്മിൽ ഇട്ടാറുള്ളതായിരിക്കാം, അല്ലാത്തവരിട്ടുള്ളതായിരിക്കാം. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. കണ്ടോണ്ടിരിക്കുമ്പോൾ തമ്മിൽ വെച്ചിട്ട് ഇവനെന്നെ പറ്റിയിട്ട് തെറി പറഞ്ഞു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. എടേ, ആദ്യം ആ ഒരു വീഡിയോ എടുത്ത് നോക്ക്, എന്താണ് അതിനകത്ത് പറഞ്ഞതെന്നുള്ളത്. ഞാൻ കുറേ വീഡിയോസ് ഞാനും ചെയ്തിരുന്നു. ഞാൻ ചെയ്ത പോലെ വേറെ കുറേ ആൾക്കാരും ചെയ്തിരുന്നു. അവരുടെ എല്ലാ വീഡിയോസ് നമ്മൾ കണ്ടപ്പോൾ ഈ പറയുന്നത് നിങ്ങളെ പറ്റിയിട്ട് അങ്ങനെ മോശമായിട്ട് ആരും പറയുന്നില്ല. ഓക്കെ, നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് കുണപ്പിക്കുന്ന ആൾക്കാരെടുത്ത് തിരിച്ച് കുണപ്പടിച്ചു എന്നുള്ളതല്ലാതെ നിങ്ങളുടെ സാധനം പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങളത് കാണുക, വീഡിയോസ് അത് കാണുക. ഇല്ലെങ്കിൽ ഇരുമാതിരി പൊട്ടറെ പോലെ വന്നിരുന്ന് ഇമ്മാതിരി വർത്താനം അടിക്കരുത്. ഈ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് വളരെ മോശം പരിപാടിയല്ലേ റിയാക്ട് ചെയ്യാന്നുള്ള, റിയാക്ഷൻ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാലല്ലേ. പിന്നെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. എനിക്കിതിനോടൊന്നും വലിയ താല്പര്യം. റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് എന്ത് കുറെ എണ്ണം ഉണ്ട്, റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്ത് പരിപാടി, ഇവർക്കൊന്നും വേറെ ജോലിയും കൂലിയില്ലൂടെ. ജോലിയും കൂലിയില്ലാത്ത കുറെ എണ്ണങ്ങളുണ്ട്. ഒരു റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞ കുറെ യൂട്യൂബേഴ്സ് ഇന്നലെ പൊട്ടി മുളച്ചവന്മാര്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഡയലോഗ് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതുമായിട്ട് സാദൃശ്യം തോന്നിയെങ്കിൽ തികച്ചും യാദൃച്ഛികം മാത്രം. വേറൊരാള് ചെയ്ത കണ്ടന്റ് എടുത്തിട്ട് അതെടുത്ത് സുഖമായിട്ട് ആർക്കും എന്തും ചെയ്യാം. അല്ലാതെ സിമ്പിൾ പരിപാടിയാ. ഒരാളെ ആരും തെറ്റ് കണ്ടുപിടിക്കാൻ സുഖ. ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു തെറ്റുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെതിരെ ഇങ്ങനെ സംസാരിക്കാൻ ആർക്കും പറ്റുന്ന പരിപാടിയാണ്. പിന്നെ ആർക്കും പറ്റുന്ന പരിപാടിയല്ലേ, ചുമ്മാ പറ്റും നമുക്ക്. ചുമ്മാ എടുത്ത് വെച്ചാൽ ആൾക്കാരുടെ വീഡിയോ കാണുക, എന്തെങ്കിലും നെഗറ്റീവ് കാണുക, അതിനെ വിളിച്ച് പറയുക. ചുമ്മാ സിമ്പിൾ പരിപാടിയാ. എല്ലാവരും ചെയ്തു നോക്കും, നൈസ് പരിപാടിയാ. ചെയ്ത് നോക്കുമ്പോൾ അറിയാം. അപ്പൊ ഇടയ്ക്കൊന്നും ചെയ്ത് നോക്ക്, 2 ദിവസം ഇതുപോലത്തെ 2-3 വീഡിയോ ഇട്ട് നോക്ക്. അപ്പൊ അറിയാം ഇതിനകത്ത് ഉള്ള നാട്ടുകാരുടെ മറ്റോ തെറിവിളിയും കേട്ട് അവിടുന്ന് എന്താ പറയാ പുറത്തിറങ്ങുമ്പോഴത്തേക്കിന് ആൾക്കാർ ഇവൻ മറ്റേ അവനെ പറ്റി അടി പറ്റിഞ്ഞൂടാ, ഇവനെ പറ്റി ഇടി പറ്റിഞ്ഞൂടാ. അല്ലെങ്കിൽ കമന്റ് ബോക്സിലൊക്കെ കേൾക്കേണ്ടി ഒരു തെറിവിളിക്ക് കയ്യും കണക്കും ഇല്ല പൊന്നു മക്കളെ. സീരിയസ്ലി അതൊക്കെ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ സ്ട്രഗിളിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. കാര്യം നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാവർക്കും ഉള്ളതാണ്. ഏത് മേഖലയിൽ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും. പക്ഷേ നിങ്ങളെക്കാട്ടിയെല്ലാം കൂടുതൽ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ കേൾക്കേണ്ടി വരുന്ന തെറിവിളി. ഇപ്പൊ ഇതിന്റെ കമന്റ് ബോക്സിന്റെ താഴെ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. നിനക്ക് വേറെ പണിയില്ലടാ, വല്ലവരുടെ ലൈഫിൽ ഇങ്ങനെ പോയി ഇത് പറയാനൊക്കെ ഉണ്ട്, അത് ഇത് എന്നൊക്കെ പറഞ്ഞുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ സ്വയം ദ കുടുംബ കോടതി ഓഫ് ഇന്ത്യ. ഓക്കെ, അതുകൊണ്ടല്ലേ ഞാൻ ഇതിനെപ്പറ്റി ഇത്ര ധൈര്യമായിട്ടൊക്കെ സംസാരിക്കുന്നത്. കുടുംബ കോടതി ഓഫ് ഇന്ത്യ. ഓക്കെ, പക്ഷെ അത് അത്ര ശരിയായിട്ട് നമ്മൾ അംഗീകരിക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത് എടപ്പൊട്ട, അങ്ങനെ നീ പറയരുത്. നീ അംഗീകരിച്ചില്ല, എനിക്ക് പറ്റൂല. നിന്റെ അംഗീകാരം കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഞങ്ങളെപ്പോഴും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യാം? എനിക്ക് സർട്ടിഫിക്കേഷൻ വേണം. ഷെമിയാണ് TT ഫാമിലിയുടെ സർട്ടിഫൈഡ് ചാനൽ ഫ്രം TT ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എങ്ങനെ എൻ്റെ ബയോയിൽ കൊടുക്കാനുള്ളതാണ്. നിങ്ങൾ അംഗീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ പൊന്നു മക്കളെ വിഷയം ഓഫ് ദി ഇന്ത്യ ആണ്. പ്ലീസ് നിങ്ങൾ അംഗീകരിക്കണം. ഓക്കെ, റിയാക്ഷൻ വീഡിയോ എല്ലാവരെ കുറിച്ചും അല്ല, ചില കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യണം. പക്ഷേ ഇത് വെറുതെ കണ്ടന്റ് ഇല്ലാത്ത ബാക്കിയുള്ള ഫാമിലി ബ്ലോഗേഴ്സിന്റെ ഒക്കെ പേരെടുത്തിട്ട് മോശം പരിപാടിയായിട്ടാണ് മനസ്സിലായത്. അത് വളരെ ശരിയാണ്. കണ്ടന്റ് ഇല്ലാത്ത കുറെ എണ്ണങ്ങൾ ഫാമിലി ബ്ലോഗേഴ്സിന്റെ സാധനങ്ങൾക്ക് അത് ഇതൊക്കെ വെച്ച് ചെയ്യുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് പരിപാടിയാണല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ പണ്ടത്തെ ഈ കഥയല്ലത് ജീവിതം അങ്ങനത്തെ കുറെ TV പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലവരുടെയും ജീവിതം, അവരുടെ വീട്ടിലുള്ള തല്ലും അടി ഇടി പിടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാധനങ്ങളൊക്കെ കുറെ ഒരു പണ്ടത്തെ ഒരാളുണ്ടായിരുന്നു, തത്തമ്മ സോമൻ. ഇതൊക്കെ എടുത്തോണ്ട് വെച്ചിട്ടായിരുന്നു അവര് മറ്റേ വീട്ടിലെ നമ്മുടെ ഈ സാറ്റലൈറ്റ് ചാനലിലൊക്കെ കൊടുത്തോണ്ടിരുന്ന സാധനങ്ങൾ. അത്രയൊന്നും ഇല്ലല്ലോ. ഫാമിലി ബ്ലോഗേഴ്സിന്റെ വീഡിയോക്കകത്ത് കുറച്ച് വീഡിയോസ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. നിങ്ങൾക്കൊരു 10 ലക്ഷം വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു 1000-10,000 വ്യൂസ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. അതേസമയം അവരെന്താ ചെയ്യണത്? നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്നേലും പറയാം. അന്നത്തെ ഈ കഥയിലത് ജീവിതമൊക്കെ എന്ത് പരിപാടിയാണ് കാണിച്ചു കൊടുക്കുന്നത്? വല്ലവരെയും വിളിച്ച് TV ഷോയിൽ ഇരിക്കുക, അവരെ മറ്റോ നാട്ടുകാരുടെ മുന്നേ അവർ നാണം കെട്ട് കിടക്കുക, എന്നിട്ട് അവർക്ക് പറയുന്നത് എന്താ, അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള സാധനമാണ്.
എന്നിട്ട് ബെനിഫിറ്റ് ആർക്കാണ്? ആ ചാനലുകാർക്ക് മാത്രം. ഇത് അത്രയൊന്നും ഇല്ലല്ലോ. സത്യം എന്തായാലും പുറത്ത് വരുമല്ലോ. അതിപ്പോ പ്രാങ്ക് അല്ലാന്ന് എല്ലാവർക്കും അതെ. പക്ഷേങ്കിൽ ഇനിയിപ്പോ നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഇനിയിപ്പോ എന്താ പറയാ, ഇനിയിപ്പോ അബോർഷൻ അങ്ങനെ എന്തോ ആവുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റൂലല്ലോ. പക്ഷെ ഇപ്പൊ ഇങ്ങനൊക്കെ പറയുമ്പോ പറയാതിരിക്കാനും പറ്റൂല. പ്രാങ്കാന്നൊക്കെ ഒരാട്ട് ഉറപ്പിക്കുകയാണല്ലോ ഫുൾ വീഡിയോ കാണാതെ. പിന്നെന്താണ് നമ്മള് ആ ടെസ്റ്റ് ചെയ്തപ്പോ നമ്മള് കെട്ടിപ്പിടിച്ചില്ല, ഓരോരുത്തർക്കും ഓരോരോ റിയാക്ഷൻ അല്ലേ വരിക. ഞങ്ങൾക്ക് അപ്പോൾ അതാ വന്നത്. അത് റിയാക്ഷൻ വന്നപ്പോ കെട്ടിപ്പിടിക്കുമ്പോ കൊടുക്കൊന്നും ചെയ്യാതിരുന്നേ. അതാണ് ഞാൻ ലാസ്റ്റ് വീഡിയോക്കകത്ത് പറഞ്ഞത്. നമ്മൾ ജെനുവിനായിട്ട് നമുക്കൊരു തോന്നുന്നൊരു സാധനമാണെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് ടൈം അറിയുന്ന ഒരു സാധനമാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ളൊരു ജെനുവിൻ റിയാക്ഷൻ നമുക്ക് കിട്ടും. പക്ഷേ അതല്ലാതെ നമ്മൾ ഓൾറെഡി ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് പിന്നീട് ഈ ഒരു സംഭവം നമ്മൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത്രയും വലിയൊരു റിയാക്ഷൻ കിട്ടണമെന്ന് നിർബന്ധമില്ല. പിന്നീട് ഇവർ തന്നെ പറയുന്നുണ്ട്, ഷെമി അങ്ങനെ ഇവർക്ക് അങ്ങനെ ഇങ്ങനെ വലിയ റിയാക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്, അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. ഇപ്പം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പം നമ്മൾ ഈ ട്രെയിലർ ടീസറൊക്കെ റിയാക്ട് ചെയ്യാറുണ്ടല്ലോ. ഞാൻ ആദ്യം ഈ സാധനമൊക്കെയാണ് ഓൾറെഡി ട്രെയിലറൊക്കെ കണ്ടിട്ടായിരുന്നു ഞാൻ റിയാക്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇരുന്നത്. പിന്നീട് മനസ്സിലായി ഇതല്ല റിയാക്ഷൻ, ജെനുവിൻ സാധനം വേണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് ടൈം വേണം കാണാനെ കൊണ്ട്, കാണുന്ന സംഭവം വേണം എടുത്ത് റിയാക്ട് ചെയ്യുക. ഫസ്റ്റ് ടൈം കാണുന്നത് വേണം റിയാക്ട് ചെയ്യുക, എന്നാലേ ജെനുവിൻ സാധനം കിട്ടും എന്നുള്ളത്. അപ്പോൾ എനിക്കിത് മനസ്സിലായി തുടങ്ങി. കാര്യം നമ്മൾ നേരത്തെ ഈ ഒരു ട്രെയിലറൊക്കെ ഓൾറെഡി കണ്ടിട്ട് ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ കുറേ സാധനം എക്സാജറേറ്റ് ചെയ്ത് വാവ് എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. പിന്നീട് മനസ്സിലായി അത് ഭയങ്കര ക്രിഞ്ച് ബോർ പരിപാടിയാണെന്ന് മനസ്സിലായി. അങ്ങനെയാണത് മാറ്റിയത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഈ സംഭവം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നത് കൊണ്ടാണ് പിന്നീട് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ വലിയ റിയാക്ഷൻ്റെ കാര്യങ്ങളൊന്നും കിട്ടാതിരുന്നത്. പിന്നെ നേരത്തെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ഇത്ര പൂച്ചിച്ച് എന്താ പറയുക, നല്ല ഈസി സിമ്പിൾ പരിപാടിയാണെന്നൊക്കെ മച്ചം പറഞ്ഞല്ലോ. പിന്നെ താഴത്തെ കമന്റ് ബോക്സ് എടുത്ത് നോക്കണം, തെറിവിളിയുടെ അഭിഷേകമായിരിക്കും. അപ്പോൾ ശരി, ബൈ.